അപ്പോൾ 25 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനായിട്ടാണ് ആദാമിനെ അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ആദാം ജനിച്ച് 25 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടല്ല ആദാമിന് 25 വയസ്സായിരിക്കുന്നത്. ഒന്നാം ദിവസം 25 വയസ്സായിരിക്കുന്ന ആദാമിന് ഒന്നാം ദിവസം 130 കോടി വർഷം പ്രായമുള്ള ഒരു ഭൂമി അല്ലെങ്കിൽ അത്രയും പ്രായമുള്ള പ്രപഞ്ചം സൃഷ്ടിക്കാനാണോ പാട്? ഹായ്, നമസ്കാരം, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങുകയാണ്. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കൊച്ചിയിലൂടെ ഇങ്ങനെ പല സ്ഥലത്തോടെ ഇങ്ങനെ സ്കൂട്ടറൊക്കെ ഓടിച്ച് യാത്ര ചെയ്യും. അപ്പം യാത്ര ചെയ്യാൻ ഇങ്ങനെ ഇഷ്ടമായതുകൊണ്ട് തന്നെ യാത്രയുടെ കൂടെ തന്നെ ഇങ്ങനെ പല കാര്യങ്ങൾ, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് സംസാരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോസിൻ്റെയൊക്കെ ലക്ഷ്യം. ഇന്നാദ്യമായിട്ട് ഞാൻ തുടങ്ങുന്ന ഒരു വീഡിയോയാണ്. എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ വേണം. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ബെൽ ബട്ടണും ഒക്കെ അമർത്തണം. എന്നാലേ വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ആദ്യമായിട്ട് ഇന്ന് ഞാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഇതുവഴി നമ്മുടെ ഈ റോഡിൻ്റെ പേരെന്തുമായിരുന്നു? കണ്ടെയ്നർ റോഡ് എന്തായിരുന്നു? അതൊക്കെ എന്തെങ്കിലും ആട്ടെ, HMDയിലോട്ട് പോകുന്ന റോഡാണ്. ഞാൻ റോഡിൻ്റെ പേര് പെട്ടെന്ന് മറന്നുപോയി. അപ്പം കാക്കനാട് നിന്ന് HMDയിലോട്ട് പോകുന്ന റോഡാണ്. അപ്പോൾ ആ റോഡിൽ പോകുന്ന വഴിക്ക് ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, നമ്മുടെ എറണാകുളം മെഡിക്കൽ കോളേജിലോട്ടൊന്ന് പോയി ആ വഴിയിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. കാരണം ആ വഴി നല്ല രസമുള്ളൊരു വഴിയാണ്. രണ്ട് സൈഡ് ഇങ്ങനെ മരങ്ങളൊക്കെ തണൽ വിരിച്ച് നിൽക്കുന്ന നല്ല രസമുള്ള ഒരു വഴിയാണ്. അപ്പോൾ ആ വഴിയിലൂടെ ഒന്ന് പോയി ആ വഴിയിലൂടെ പോകാമെന്ന് വിചാരിച്ചു. ആ വഴിയിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ട് വീഡിയോയിൽ ഒരു ടോപ്പിക്ക് വേണമല്ലോ, എന്തെങ്കിലും അങ്ങനെ ഒരു ടോപ്പിക്ക് കൂടെ സംസാരിക്കണം എന്ന് വിചാരിച്ചു. ഇന്ന് പൊതുവെ നല്ല വെയിലുള്ള കാലാവസ്ഥയാണ്. ഇവിടെ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയും ഇന്നലെ വൈകുന്നേരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പം അത്യാവശ്യം നല്ല വെയിലുണ്ട്. പക്ഷേ സഹിക്കാൻ പറ്റാത്ത ചൂടൊന്നുമില്ല. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അൾട്ടിമേറ്റ് ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ നമ്മളെന്താ സാധാരണപ്പെട്ട മനുഷ്യർ, സാധാരണ കേരളത്തിലെ അല്ലെ മലയാളികൾ, ഇന്ത്യക്കാർ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്, അല്ലേ? നമ്മളെല്ലാവരും ഒരു ദൈവവിശ്വാസവും എന്തോ നമ്മുടെ ലക്കത്തിലൊക്കെ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്പോൾ അതിനെ തകർക്കാനും ഖണ്ഡിക്കാനുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ നമ്മുടെ മീഡിയാസിലും സോഷ്യൽ മീഡിയാസിലും എല്ലാം നടക്കുന്നുണ്ട്. എന്നാൽ പോലും നമുക്ക് ദൈവവിശ്വാസം ഉള്ളവരാണ്. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അപ്പം എൻ്റെ വിശ്വാസം, എൻ്റെ ദൈവത്തിലേക്കുള്ള വിശ്വാസം ക്രിസ്തീയ രീതിയിലാണ്. പക്ഷേ ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു. എല്ലാ മതത്തിലും വിശ്വസിക്കുന്നത് ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയിലാണെന്നുള്ള എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ വെള്ളം എന്ന് പറയുന്നത് എന്താ പറയുന്നത്, പല നാടുകളിൽ പല പേരുകളിൽ പറയും. വെള്ളം, അക്വ, വാട്ടർ, തണ്ണി എന്ന് പറഞ്ഞാലും എല്ലാം വെള്ളം തന്നെയാണ്. അതിൻ്റെ പർപ്പസ് ഒന്ന് തന്നെയാണ്. ഇപ്പോൾ പല മലകളിൽ നിന്നും ഉത്ഭവിച്ചാലും, ഇപ്പോൾ കല്ലടയാറ് ഉത്ഭവിക്കുന്ന കൊളുത്തുപ്പുഴയിൽ നിന്ന്, പിന്നെ പമ്പയാറ് ഇവിടെ ശബരിമലയിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും ഉത്ഭവിച്ചാലും ഇത് വന്നെത്തുന്നത് ഒരു കടലിൽ, ഒരു വലിയ മഹാസാഗരത്തിലാണ് എന്ന് പറയുന്ന പോലെ ഒരു അതിവിശാലമായ ഒരു സംഭവമാണ് ഈ ഒരു സങ്കല്പമല്ല, ഒരു സത്യമാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന രീതി, നമ്മൾ ഏതാണ്ട് എത്തി മെഡിക്കൽ കോളേജിലോട്ട് പോകുന്ന HMD റോഡിൽ നിന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് ഇവിടെ കയറിയിട്ടുണ്ട്. നല്ല രസമുള്ള വഴി കേട്ടോ. എന്ത് തണുപ്പാണെന്നറിയോ ഇവിടെ, നല്ല കുളിരാണ്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നല്ല കുളിര്, ഭയങ്കര സുഖമാണ് ഇതിനകത്തൂടെ വണ്ടി ഓടിക്കാൻ. അപ്പോൾ ഇതുവഴി പോയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോവുക, അടിപൊളിയാണ്. കുറച്ച് ദൂരമേ ഉള്ളൂ, അര കിലോമീറ്ററൊക്കെ ഉള്ളൂ ഈ ഒരു സംഭവം. പക്ഷേ നല്ല രസമാണ്. അതുകൊണ്ടോ കാടാ രണ്ട് സൈഡും, ഇതിനകത്ത് മതിലൊക്കെ ഉണ്ട്. അപ്പോൾ ദൈവവിശ്വാസം, ദൈവം ഉണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ചല്ല ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്, ദൈവമുണ്ട്. നമുക്ക് എന്ന് പറയുന്നത് നമ്മുടെ നിരീശ്വരവാദികളും സയൻസ് വാദികളും ഒക്കെ പറയും അതിന് തെളിവുണ്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്ക് എന്താ പറയുന്നത് കാണിച്ചു തരാൻ പറ്റുമോ, ഇതാന്നൊക്കെ പറയുന്നത്. ഞാൻ പറയും ദൈവം എന്ന് പറയുന്ന ഒരു അനുഭവമാണ്, അല്ലേ? ദൈവം എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു ഗ്രാവിറ്റി, അതായത് ഭൂഗുരുത്വാകർഷണ ബലം എനിക്ക് കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഈ ഭൂമിയിൽ കാലുറച്ച് നിൽക്കുന്നതിനൊരു കാരണമുണ്ട്. ആ കാരണത്തിൻ്റെ പേരാണ് എന്ത് പറയുന്നത്, ഗുരുത്വാകർഷണ ബലം. അതേപോലെ നമ്മുടെ ഈ എല്ലാ പ്രപഞ്ചവും നിലനിൽക്കുന്നതിനും എല്ലാത്തിനും ഒരു കാരണമുണ്ട്, ഒരു എനർജി, ഒരു സോഴ്സ്. ആ കാരണത്തിൻ്റെ പേരാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ നിരീശ്വരവാദികൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഭൂമി, ഈ പ്രപഞ്ചം എല്ലാം സൃഷ്ടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിലെ കണക്കനുസരിച്ച് പറയുന്നത് 6000 വർഷം ആയി ഭൂമിയുടെ പ്രായമെന്നാണ് പറയുന്നത്. 6000 വർഷമാണ് ഭൂമിയുടെ പ്രായം.
അതെനിക്കറിയില്ല, എനിക്ക് അത്രത്തോളം ഞാനത് ഗഹനമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, ചിലപ്പോൾ ആയിരിക്കാം. പക്ഷേ എല്ലാം ഒരുപാട് പേര് പറയുന്നത് 6000 വർഷത്തിൻ്റെ കണക്കാ ബൈബിളിൽ പറയുന്നത്. അപ്പോൾ ഈ നിരീശ്വരവാദികൾ, ഈ എത്തീസ്റ്റുകൾ, സയൻസ് കുതുകികൾ ഒക്കെ പറയുന്നത് ഫോസിൽ അല്ലെങ്കിൽ പല രീതിയിലുള്ള തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ തെളിവുകളിൽ പറയുന്നത് ഈ ഭൂമിക്ക് 13 ബില്യൺ അല്ലെങ്കിൽ എത്ര 130 കോടിയോ അത്രയോ വർഷം ഈ ഭൂമിയുടെ പ്രായമുണ്ട് എന്നാണ് ഈ എത്തീസ്റ്റുകളൊക്കെ പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. ഓക്കെ, സമ്മതിക്കാം, ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശരിയാണെന്ന് തന്നെ വെച്ചോ. പക്ഷേ എന്നാൽ പോലും ഈ ബൈബിളിൻ്റെ അല്ലെങ്കിൽ ഈ കണക്കനുസരിച്ച്, നമ്മൾ മറ്റുള്ള പുസ്തകങ്ങളുടെ കണക്കനുസരിച്ച് ഒരു 6000 അല്ലെങ്കിൽ 10000 വർഷങ്ങളുടെ കണക്കേ ഉള്ളായിരിക്കും, പ്രായമേ ഉള്ളായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു പറയാൻ പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ആലോചിക്കണം. അതായത് എത്രാമത്തെ ദിവസമാണ് ദൈവം ആദാമിനെ സൃഷ്ടിക്കുന്നത്? എനിക്ക് തോന്നുന്നു 5-ാമത്തെയോ 6-ാമത്തെയോ ദിവസം കണ്ട ആദാമിനെ സൃഷ്ടിക്കുന്നത്. ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ ആദാമിന് എത്ര വയസ്സാണ്? ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ ആദാമിനെ ഒരു കുഞ്ഞായിട്ട് സൃഷ്ടിച്ച്, വിളിച്ച് തിരക്കുണ്ടേ. അപ്പോൾ ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ ആദാമിന് എത്ര വയസ്സാണ് എന്ന് പറ. ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ ആദാമിനെ ഒരു കുഞ്ഞായിട്ട്, അതായത് 1-ാം ദിവസം ജനിച്ച് വളർന്നു വന്ന് ഒരു 10-30 വയസ്സായി പ്രായമായി അങ്ങനെ വലുതായി വരുന്ന, സാധാരണ നമ്മുടെ ഒരു മനുഷ്യൻ വളർന്നു വരുന്ന രീതിയിൽ ജനിച്ച് വളർന്നു വന്ന ഒരാളല്ല ആദാം. ആദാം ജനിക്കുമ്പോഴേ ആദാമിന് ഏകദേശം വലിയൊരു മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല, ആദാമിൻ്റെ ഇണയായിട്ട് അവയെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആദാം ഒരു വലിയ ഒരു പുരുഷനായിട്ട്, അതായത് മച്ചുറായ ഒരു പുരുഷനായിട്ടാണ് ആദാമിനെ സൃഷ്ടിച്ചത്. അതായത് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള എല്ലാ അറിവുകളും അവൻ്റെ തലച്ചോറിലും അവൻ്റെ ശരീരത്തിലും സൃഷ്ടിച്ച് വലുതാക്കി, അവൻ്റെ തലച്ചോറിൽ സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ ജനിച്ച് വളരാനുള്ള, ജീവിക്കാനുള്ള എല്ലാ അറിവുകളും സൃഷ്ടിച്ച് ഒരു ഉത്തമമായ വലിയ ഒരു പുരുഷനായിട്ട്, ഒരു മനുഷ്യനായിട്ടാണ് സൃഷ്ടിച്ചത്. അപ്പോൾ തന്നെ അവൻ്റെ പ്രായം ഏകദേശം ഒരു 10-30 വയസ്സ് എന്ന് വെച്ചോ, അല്ലെ ഒരു 25 വയസ്സ് എന്ന് വെച്ചോ. അപ്പോൾ 25 വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യനായിട്ടാണ് ആദാമിനെ അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇപ്പോൾ 25 വയസ്സിൻ്റെ ബുദ്ധിയുണ്ടവന്, 25 വയസ്സിൻ്റെ ശാരീരിക ഘടനയുണ്ട്, അവൻ്റെ ബ്രെയിൻ ഡെവലപ്ഡായി 25 വയസ്സുള്ള ഒരാളുടെ ഡെവലപ്മെൻറ്റ് അത്രയുള്ള ഒരു ബ്രെയിനാണ്. പിന്നെ അതേപോലെ തന്നെ അവൻ്റെ മസിൽസ്, അല്ലെങ്കിൽ അവൻ്റെ ശരീരം മൊത്തം എടുത്തു കഴിഞ്ഞാൽ, ശാരീരിക ഘടന മൊത്തം എടുത്തു കഴിഞ്ഞാൽ 25 വയസ്സുള്ള ഒരു വലിയ പുരുഷനായിട്ടാണ് 1-ാം ദിവസം ആദാമിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്ന പോയിന്റ് മനസ്സിലായോ? അപ്പോൾ ആദാം ജനിച്ച് 25 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടല്ല ആദാമിന് 25 വയസ്സായിരിക്കുന്നത്. 1-ാം ദിവസം 25 വയസ്സായിരിക്കുന്നു ആദാമിന്. ഗോട്ട് ദ പോയിന്റ്, മനസ്സിലായോ? അപ്പോൾ 1-ാം ദിവസം 25 വയസ്സ് പ്രായമുള്ള ആദാം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ദൈവത്തിന് 1-ാം ദിവസം 130 കോടി വർഷം പ്രായമുള്ള ഒരു ഭൂമി, അല്ലെങ്കിൽ അത്രയും പ്രായമുള്ള പ്രപഞ്ചം സൃഷ്ടിക്കാനാണോ പാട്? ഞാൻ പറഞ്ഞത് മനസ്സിലായി? ഈ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് എല്ലാം ജീവിക്കാനുള്ള തരത്തിലുള്ള ഒരു എൻവയോൺമെൻറ്റ് ദൈവം സൃഷ്ടിച്ചു. അങ്ങനെ നമ്മളിവിടെ നെസ്റ്റിൻ്റെ അവിടെ എത്തി. ഇനി ഇവിടുന്ന് തിരിച്ചു പോകാം. അങ്ങനെ സംസാരിച്ച് ഇവിടെ എത്തിയറിഞ്ഞില്ല. അപ്പോൾ ഈ ഭൂമി സൃഷ്ടിച്ചിരിക്കുന്നത് ആ കോടാനുകോടി വർഷങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും സൃഷ്ടിച്ചിരിക്കുന്നത്. കാര്യം 1-ാം ദിവസം മുതൽ ഇവിടെ എല്ലാ ജീവജാലങ്ങൾക്കും തുറന്ന് ജീവിക്കാൻ സജ്ജമാകുന്ന രീതിയിൽ ഈ ഭൂമിയെ സൃഷ്ടിക്കണമെങ്കിൽ അതിന് അത്രയും പ്രായം പുറകോട്ട് വേണ്ടേ? ഒരു 25 വയസ്സുള്ള ഒരു ആദാം എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ജീവിക്കണമെങ്കിൽ 1-ാം ദിവസം ഭൂമിയിൽ ഇവിടെ 1-ാം ദിവസം ഒന്നുമില്ലാതെ ഒരു ഭൂമി സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? പറ്റുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പോൾ ചെയ്യും ബുദ്ധിപരമായിട്ട്, സാമാന്യ ബുദ്ധിപരമായിട്ടും. ദൈവം എന്ന് പറയുന്ന സാമാന്യ ബുദ്ധിക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ല. സാമാന്യ ബുദ്ധി അല്ല ദൈവം. നമുക്ക് അങ്ങനെ ദൈവത്തെ കാണാൻ പറ്റത്തില്ല. നമ്മൾ നമ്മുടെ മനുഷ്യൻ്റെ ബുദ്ധി വെച്ചാൽ ദൈവത്തെ ചിന്തിക്കുന്നത്. ദൈവം എന്ന് പറഞ്ഞാൽ അതുക്കും മേലെയാണ്, ഏറ്റവും മേലെയാണ് ദൈവം. മനസ്സിലായോ? അപ്പോൾ
അപ്പോൾ ഈ എത്തിസ്റ്റുകളുടെയും ഈ സയൻസ്വാദികളുടെയൊക്കെ വാദം ഇവിടെ പൊളിയുവാണ്. കാര്യം, ഒന്നാം ദിവസം സൃഷ്ടിച്ച ആദാമിന് 25 വയസ്സും എല്ലാ ജീവജാലങ്ങളും അതിൻ്റെ പരിപൂർണതയിലാണ് സൃഷ്ടിച്ചത്. മനസ്സിലായോ? എല്ലാ ജീവജാലങ്ങളും അതിൻ്റെ പരിപൂർണതയിലാണ്, അതിൻ്റെ മെച്യൂരിറ്റിയിലാണ് സൃഷ്ടിച്ചത്. എന്നാലേ അതിന് എന്താ പറയുന്ന റീപ്രൊഡ്യൂസ് ചെയ്ത്, അതായത് അതിന് റീപ്രൊഡക്ഷൻ നടത്തി അതിൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആദ്യം അവിടെ വലിയ എന്താ പറയുന്നത് മെച്യൂറായിട്ടുള്ള ജീവജാലങ്ങൾ അവിടെ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ കാലാകാലങ്ങളായിട്ടുള്ള നമുക്ക് ചോദ്യമുണ്ട്, ആദ്യം കോഴിയാണോ മുട്ടയാണോ ഉണ്ടായതെന്ന്. ആദ്യം തീർച്ചയായിട്ടും കോഴിയാണ് ഉണ്ടായത്. കോഴി ഉണ്ടെങ്കിലേ മുട്ട ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വാദം, അതായത് എത്തിസ്റ്റുകളുടെ വാദം ഇവിടെ പൊളിയുക. കാര്യം, ഒന്നാം ദിവസം ഉണ്ടാക്കുമ്പോൾ 25 വയസ്സുള്ള ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ 30 വയസ്സുള്ള ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവൻ്റെ ബാക്കിലോട്ട്, അവൻ്റെ പുറകോട്ട് 25 വയസ്സിൻ്റെ ശരീരവും ബുദ്ധിയും അവിടെ ഓൾറെഡി ഒന്നാം ദിവസം തന്നെ ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരു ഭൂമി ഒന്നാം ദിവസം ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്നാം ദിവസം, രണ്ടാം ദിവസമോ ഏത് ദിവസമാണോ എനിക്ക് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, ഒന്നാം ദിവസം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പിറകിലോട്ട് 13 കോടിയോ 130 കോടിയോ അല്ലെ 5000 കോടി വർഷങ്ങളുടെ ബാക്കപ്പ് ഇടാനാണോ ദൈവത്തിന് പാട്? ഓക്കെ, അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇനിയും ഈ മണ്ടത്തരങ്ങൾ എത്തിസ്റ്റുകളും ഈ സയൻറ്റിഫിക് എന്താ പറയുന്നത് ടെമ്പറമെൻറ്റ് എന്ന് പറയുന്നത്, അങ്ങനെ അത് നോക്കി നടക്കുന്ന ആൾക്കാർ, പ്രകൃതി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഈ മണ്ടത്തരം ഇനിയും വിശ്വസിക്കരുത്. നിങ്ങൾ തിരിച്ച് ചിന്തിച്ച് നോക്ക്. ദൈവം ഇല്ലാതെ, എനർജി ഇല്ലാതെ, ഒരു എനർജി, വലിയൊരു ശക്തി, ആ ശക്തി ഇല്ലാതെ ഒന്നും നിൽക്കത്തില്ല, ഒരു പ്രപഞ്ചവും നിൽക്കത്തില്ല. അത് ആ ശക്തി ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്ന, ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതവും ജീവനും എല്ലാം ഇങ്ങനെ നിലനിന്ന് പോകാൻ കാരണമായ ആ ഒരു ശക്തിക്ക് ഞാൻ വിളിക്കുന്ന പേരാണ് ദൈവം. എന്നപ്പോൾ ഒരുപാട് പേര്, വിശ്വാസമുള്ളവർ, ബുദ്ധിയുള്ളവർ വിളിക്കുന്ന പേരാണ് ദൈവം. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. താങ്ക് യു വെരി മച്ച്. വളരെ നന്ദി. ഓക്കെ.